എനിക്കൊരു ജീവിതം ഉണ്ടാക്കി തന്നിട്ട് എന്റെ വിശ്വാസത്തിന് നീ കൊന്നുവല്ലടാ. സാറേ, ഈ കഥകളൊക്കെ ആദ്യമായിട്ടാണ് ഞാൻ അറിയുന്നത്. ഇവനെ കൊണ്ട് എന്റെ കുട്ടികളുടെ അച്ഛനെ ലോറി കയറ്റി കൊല്ലിച്ചിട്ട് ഇവന്റെ മോളെ കൊണ്ട് തന്നെ എന്റെ മോനെ കല്യാണം കഴിപ്പിച്ചു. ബാക്കിയൊക്കെ നിങ്ങളും കേട്ടതാണല്ലോ. എന്തൊരു മനുഷ്യനാടാ നീ. എന്റെ സ്വന്തം ആങ്ങളയല്ലേ നീ, എന്റെ ഏട്ടനല്ലേ. എന്നിട്ട് ഇതിനൊക്കെ എങ്ങനെ തോന്നിയടാ? നിന്നെപ്പറ്റി എല്ലാം എനിക്കറിയാം. എന്ന് വെച്ച് അതിന്റെ വിശ്വേട്ടന്റെ ജീവൻ എടുക്കുമെന്ന് ഞാൻ കരുതിയില്ല. കേട്ടോ സാറേ, വിശ്വേട്ടന്റെ ആദ്യ ഭാര്യ മരിച്ച ശേഷം ദാ ഈ ഇരിക്കുന്ന കണ്ണന് 5 വയസ്സ് പ്രായമുള്ളപ്പോ അവനെ നോക്കാൻ ഒരാള് വേണമെന്ന് വിശ്വേട്ടനോട് പറഞ്ഞത് ദേ ഇവനാ. അദ്ദേഹം വേണ്ട വേണ്ടെന്ന് പറഞ്ഞിട്ടും ഇവൻ നല്ലൊരു ബന്ധമുണ്ടെന്ന് പറഞ്ഞ് അദ്ദേഹത്തിന്റെ മനസ്സ് തിരിച്ചുവിട്ടു. അതിനുശേഷം എന്റെ അരികിലേക്ക് വന്നത്. എത്ര പൈസയുള്ള ആളാണെങ്കിലും ഒരു 2ാം കെട്ടുകാരനെ എനിക്ക് വേണ്ടെന്ന് ഞാൻ പറഞ്ഞതാ. ആ സമയത്ത് എന്റെ മുമ്പിലും പിമ്പിലും നിന്ന് എന്നെ ഉപദേശിക്കുകയും എന്റെ ബന്ധുക്കളെ കൊണ്ട് എന്നെ ഒരുപാട് സമ്മർദ്ദം ചെലുത്തുകയും ചെയ്തത് ദേ ഇവനാ. സ്വന്തം ആങ്ങളെയല്ലേ പെങ്ങളുടെ ജീവിതം തകർക്കാൻ ശ്രമിക്കില്ല എന്ന് കരുതിയിട്ടാ സാറേ ഞാൻ അവസാനം സമ്മതം മൂളിയത്. അങ്ങനെ ഞങ്ങളെ തമ്മിൽ ഒന്നിപ്പിച്ച ശേഷം എന്റെ ജീവിതം സ്വർഗമായിരുന്നു. ആ ജീവിതമേ നരകമാക്കിയത് ഇവൻ ഒറ്റ ഒരുത്തനാണെന്ന് എനിക്ക് ഇപ്പൊ മനസ്സിലായി. എടാ, നീ ഒരു കാലത്തും നന്നാവില്ല. നീ രണ്ടും ഗതി പിടിക്കത്തില്ല. എല്ലാത്തിനും കൂട്ടുനിന്ന് നിങ്ങളെ നരകിച്ചു പോകത്തേ ഉള്ളൂ. ഒരുപാട് വേദന തിന്ന് ഈ ലോകത്തുനിന്ന് പോകാൻ പറ്റൂ. അല്ലെങ്കിൽ നോക്കിക്കോ,